ഹായ് ഗേസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇന്ന് പുറത്ത് പോയ സമയത്ത് കുറച്ച് അലുവിലത്തെ സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ, വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റം ഒന്നല്ല, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഞാൻ ഷെയർ ആക്കി തരാം എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഈ ഒരു 3 ബാൻഡ് ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു 3 ബാൻഡ് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് വരും. ഈ ഒരു ബാൻഡ് ഇതൊരു വൈറ്റ് ആൻഡ് ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ വരുന്നത്. ഇത് നമ്മുടെ കയ്യിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ കിടക്കും, നല്ല രസമായിട്ടുണ്ടാവും. ഇതിന്റെ റേറ്റ് ഏകദേശം ഒരു 25 ആത് അത്രയും കണ്ടേ ഉള്ളൂ. പിന്നെ ഈ ഒരു സാധനം വരുന്നത് ഇതും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഇത് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും. നമുക്ക് കൈ ഇട്ടതിന് ശേഷം ഇതൊന്ന് ടൈറ്റ്, ഈ ഒരു ഭാഗം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. വേണ്ടേ, ഇത് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ. ഇത് ബ്ലാക്ക് ആണ് കേട്ടോ, ഒരു ബ്ലാക്ക് ഷെയ്ഡ്. ഇതും ഏകദേശം ഇതും ഒരു 25 ആ ഒരു റേറ്റ് ആണ് വരുന്നത്. പിന്നെ വരുന്നതും സെയിം തന്നെ കേട്ടോ, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ വേറൊന്നും ബ്ലാക്ക് കളറാണ് കേട്ടോ വരുന്നത്. ബ്ലാക്ക് എല്ലാം സെയിം അല്ല, ഇത് നമുക്ക് കുറച്ചുകൂടി ഇടാം. ഇതും 25 തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. 25. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എന്റെ കയ്യിലുണ്ടായിരുന്ന മൈക്ക് മിക്സ് ആയി പോയിട്ടില്ല. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നത് പഴയ ഒരു മൈക്കാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ സൗണ്ടിന്റെ പ്രശ്നങ്ങൾ വരുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഈ മൈക്ക് ഇനി കിട്ടുന്നത് വരെ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഈ ഒരു ബ്രഷാണ് കേട്ടോ, പെഡിക്യൂർ ബ്രഷാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിൽ സ്റ്റോണും ബ്രഷും ഒക്കെ അപ്പുറവും ഇപ്പുറവും ഉണ്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്യാം, മുടിയാണ് കേട്ടോ. അപ്പം ഇനി ഈ ഒരു ഭാഗം നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് രണ്ടും കൂടി ചേർന്നതാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 70 ആണെന്ന് തോന്നുന്നു. അത്രയാണ് കേട്ടോ, 70-ഓ 50-ഓ അത്രേ ഉള്ളൂ ഈ ഒരു ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു സാധനമാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ വരുന്നത് ഈ ഒരു ഐറ്റം. ഇതിനെന്താ നമുക്ക് ഫ്ലവർ ക്ലിപ്പ് അങ്ങനെ എന്തോ പറയുമല്ലോ. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 30 ആണ്. എനിക്ക് തോന്നുന്നു വേറൊരു ഷോപ്പിൽ എനിക്ക് 25 റുപ്പീസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത് എനിക്ക് 30 ആണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സാധനം ഇപ്പൊ 25 ആണ് കേട്ടോ, ഈച്ച് ആണ് 25. അപ്പം ഇത് കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇത് നമ്മുടെ പൂവിന്റെ ഇത് മറ്റേ തുണിയാണെന്ന് തോന്നുന്നു, തുണി വെച്ചിട്ടുള്ളത്. ഇപ്പൊ ഭയങ്കര ട്രെൻഡായിട്ട് നിൽക്കുന്ന സാധനമില്ലേ, അതാണ് കേട്ടോ ഈ സാധനം. പക്ഷെ ഒട്ടും ഇതാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 25 ആണ് കേട്ടോ ഈച്ച് വരുന്നത്. പിന്നെ അതിന്റെ തന്നെ ഒരു ബ്ലാക്കും കൂടിയുണ്ട്. ഈ ഒരു ബ്ലാക്കും കൂടി അയച്ചിട്ടുണ്ട്. ഇത് 25 റേറ്റ് ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വാങ്ങിയിട്ടുള്ളതാണ് ഈ 2 സ്ലൈഡ്. ഇത് നമുക്കിപ്പോ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് മുടി നമുക്ക് ഇത് ഇങ്ങനെ ഒതുക്കി വെക്കാം. ഇതുണ്ടോ, ഇങ്ങനെ ഒതുക്കി വെക്കാം. ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സാധനം വാങ്ങിയിട്ടുള്ളത്. ഇതിന്റെ റേറ്റ് എത്രയെന്ന് എനിക്ക് അറിയത്തില്ല, ഒരു 14-ഓ 15-ഓ കണ്ടാണ് കേട്ടോ ഒരെണ്ണത്തിന് പ്രൈസ് ആവുന്നത്. അത് 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിച്ചത് ഈ 2 ചീപ്പാണ്. ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് വലിയ സ്പേസ് ഒന്നുമില്ല, നമുക്ക് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ പെട്ടെന്ന് മുടി ഒതുങ്ങുന്നതുമായിട്ടുള്ള ഒരു ചീപ്പാണ് കേട്ടോ ഇത്. ഇതിന്റെ റേറ്റ് 5 രൂപയുള്ളൂ. പിന്നെ വാങ്ങിച്ചത് ഇപ്പം നമുക്ക് മുടി ജടയർക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും ഈ ഒരു സംഭവം കോമ്പിയാനൊക്കെ ആണെങ്കിലും ഇത്രയും ഭംഗിയുള്ള ഒരു ചീപ്പ് നല്ലതാണ്. എൻ്റെ വേറെ ഒന്നും ഉണ്ട്. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചു. ഈ ഒരു പിടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ നോക്കി നടക്കാനും. അപ്പൊ ഈ ഇതാണ് ഓറഞ്ച് കളറാണ് കേട്ടോ, ഓറഞ്ച്. നമുക്ക് മഞ്ഞയായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, ഓറഞ്ച്. ഇതിന്റെ റേറ്റ് വരുന്നത് 14 റുപ്പീസ് ആണ്. ഇതിന് 14 അല്ല, 60 റുപ്പീസ്, 16 രൂപയാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ഫ്ലവർ ക്ലിപ്പിന്റെ തന്നെ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ്, അതെ ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ, നല്ല രസമല്ലേ. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബോയ് ആണ് കേട്ടോ വാങ്ങിച്ചത്. ഇത് മറ്റേ കൊച്ചുള്ളവർ വയ്ക്കുന്നുണ്ട്. നമുക്ക് ഇപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാം. ഇതിനും 15 റുപ്പീസോ 30 അങ്ങനെ എന്തോ ആണ് ഉള്ളത്, കറക്റ്റ് അറിയത്തില്ല, മറന്നു. പിന്നെ വരുന്നത് ഈ ഓരോ കളർ
ബോസ് ആണ്. ഞാൻ കൂടുതലായിരിക്കും ഈ ഫ്രണ്ടിൽ ഞാൻ മുടി വെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് മിക്ക മുടി എനിക്ക് ഇങ്ങോട്ട് ഫ്രണ്ടിൽ നടക്കും. അങ്ങനെ ഒന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോ വയ്ക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ മിക്കവാറും ഡ്രസ്സിൻ്റെ കൂടെ ഞാൻ ജസ്റ്റ് ബോ മാത്രമായിരിക്കും വെക്കുന്നത്. ജസ്റ്റ് ഒന്ന് കോതിയിട്ട് ബോ മാത്രമായിരിക്കും വെക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഉണ്ടായിരുന്നത്. എല്ലാം ഒരുങ്ങി പോയി. അതിലാണെങ്കിൽ പല പല കളർ ഉണ്ടായിരുന്നു. മഞ്ഞ, ഓറഞ്ച്, പച്ച, ചുവപ്പ്, നീല, മഞ്ഞ, കറുപ്പ്, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇതിൽ കറുപ്പ് കിട്ടിയില്ല കേട്ടോ. ഇതിലിപ്പോ ഉള്ളത് ഒരു ഒരു ഡാർക്ക് റെഡ് ഉണ്ട്, ഒരു ബ്രൗൺ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ ഉണ്ട്, രണ്ട് വയലറ്റ്. ഓക്കെ, ഇത് രണ്ട് ഷെയ്ഡാണ് കേട്ടോ. എല്ലാം ഒരു പർപ്പിൾ വയലറ്റ് ആ ഒരു ഷെയ്ഡ് വരുന്നത്. ഇതിന് ഓരോന്നിനും 8 രൂപയാണ് ആയിട്ടുള്ളത്. 8 രൂപ. പിന്നെ 2 നൂല് വാങ്ങിയിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 നൂല്. ഇതെല്ലാം ഞാൻ കണ്ടപ്പോഴത്തേക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. ഈ 2 എണ്ണം ഞാൻ അത്യാവശ്യം സൈഡൊക്കെ അടിക്കേണ്ടി വരുമ്പോഴത്തേക്ക് ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഞാൻ വേറെ ബൾക്ക് വാങ്ങിച്ച് വെക്കാറുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡ്രസ്സിന്റെ കളർ, തുണിയുടെ കളറിനനുസരിച്ചിട്ട് നൂല്. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഈ 2 എണ്ണമാണ് കേട്ടോ വാങ്ങി വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു സാധനമുണ്ട്, ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഈ യൂട്യൂബിൽ തന്നെ ട്രെൻഡിങ് അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. വലിയ ഹൈപ്പൊന്നും കിട്ടാതെ പോയി. ഇടയ്ക്ക് ഇങ്ങനെ ബോക്സ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ച സാധനമുണ്ട് കേട്ടോ. എന്താ സംഭവം, ഇത് ക്രീമാണോ? അതെ, ക്രീമാണ്. പക്ഷെ ഭയങ്കര കുഞ്ഞാണ്. പക്ഷെ ഇത് 5 രൂപയുടെ ഡപ്പിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ബോക്സ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വാങ്ങിച്ചതാണ്. ഇതെങ്ങനെയാണ് ഇതിന്റെ യൂസ് എപ്പോഴാണ് ഇതെന്നാന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ക്യൂട്ടിക്കിൾ റിമൂവർ ആണ്. അപ്പൊ അതിന്റെ ടൂളാണ് കേട്ടോ. ഇത് എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇതല്ലായിരുന്നു. അതായിരുന്നു സത്യം, ഇതല്ലായിരുന്നു. ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ക്യൂട്ടിക്കിൾ റിമൂവർ ആണ് എന്നുള്ളത്. ഇതിനൊക്കെ ഒരു 14 രൂപ ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ വാങ്ങിയിട്ടുള്ളത് 2 കമ്മല് വാങ്ങിയിട്ടുണ്ട്. 2 അല്ല 3 കമ്മല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഒരെണ്ണം കാണിച്ചു തരാം. ഇത് നമ്മുടെ ക്രിസ്മസ് ഫോട്ടോഷൂട്ടിന് ആ ഡ്രസ്സിന് മാച്ച് ആയിട്ടാണ് കേട്ടോ. വേറെ ഞാൻ ചെറുത് കണ്ടില്ല. അപ്പം ഇതാണ് കേട്ടോ അത്. ഫോട്ടോഷൂട്ടിന് കണക്കാക്കിയിട്ടാണ് കേട്ടോ ഈ സാധനം വാങ്ങിച്ചത്. ഇതിന്റെ റേറ്റ് എത്ര? 70 ആ ഒരു റേഞ്ചാണ് ഉള്ളത്. ഇതും അതുപോലെ തന്നെ. എനിക്ക് അത് ചേർന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിന് റേറ്റ് വരുന്നത് ഒരു 70 ആ ഒരു റേഞ്ചാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട്, അപ്പം ഇത് 3 ചേർന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുഞ്ഞ് വേണം. കാരണം എന്റെ കുഞ്ഞ് ബേസ് ആണ്. അപ്പൊ ഒത്തിരി വലുതിട്ട് കഴിഞ്ഞാൽ ചേരത്തില്ല. ചിലതൊക്കെ മാത്രമേ, ചില കമ്പനികൾ മാത്രമേ ചേർത്തുള്ളൂ. അപ്പൊ ഇത് 2നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണമുണ്ട്. താഴെ ഒരു മുത്ത് വന്നിട്ട് മേളിലൊരു കല്ല്, ഒരു ചെയിൻ ടൈപ്പ്. ഈ ഒരു സംഭവം പെയർ ചെയ്യാന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഒരു 3 കമ്മല് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ലെയർ ചെയിനാണ്. നല്ല രസമുണ്ട്. ഈ കരിമണി മാലയൊക്കെ പോലെ ഇടയ്ക്ക് ഇങ്ങനെ ബ്ലാക്കും ഗോൾഡും ഒക്കെ ഇങ്ങനെ മിക്സ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടൈപ്പ്. ഞാൻ ആ സമയത്ത് പൊട്ടിച്ചു നോക്കില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ സാധനം വാങ്ങിച്ചത്. എല്ലാം പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. ഇതുപോലെ ഒരു 3 ലെയർ ആണ് കേട്ടോ വരുന്നത്. നോക്കട്ടെ. കേട്ടോ, 3 ലെയർ ചെയിൻ. അതാണ് കരിമണി മാലയുടെ തന്നെ ഒരു 3 ലെയർ ചെയിൻ. കറക്റ്റ് കിടക്കുന്നില്ലല്ലോ ഭഗവാൻ. ഓക്കെ, ഗോൾഡൻ ചെയിൻ കിടക്കുന്നുണ്ടാണ് കേട്ടോ. ഇതാണ് കേട്ടോ കറക്റ്റ് കിടക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ഗോൾഡ് കിടക്കുന്നുണ്ടാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ കണ്ടോ, ഇതാണ് കേട്ടോ ആ ഒരു ചെയിൻ എന്ന് പറയുന്നത്. ഇതിന്റെ റേറ്റ് 70 റുപ്പീസ് ആണ് കേട്ടോ വരുന്നത്. നല്ല രസമില്ലേ? ഇത് സാരിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും ചുരിദാറിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് ഇത് പെയറായിട്ടൊന്ന് പൊക്കോളും. അത് കഴിഞ്ഞ് ഞാൻ ലാസ്റ്റ് വാങ്ങിച്ചതായിരുന്നു ഈ ഒരു ടിക് ടാക്കിന്റെ ഈ ഒരു ഇതിന്റെ ഇത് വരുന്നത് പെപ്പർമിന്റ് ആണ്. അപ്പൊ എന്തെങ്കിലും നമ്മള് വണ്ടിയിലൊക്കെ ട്രാവലിംഗ് സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കുറച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വാങ്ങിയിടാറുണ്ട്. അപ്പൊ ഇപ്പൊ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അടിപൊളി സാധനമാണ്. ഇത്രയും ഐറ്റംസ് ആണ് ഇന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയൊന്നുമില്ല, ഏകദേശം ഒരു 550, ഒരു 560, അതായിരുന്നു 560 മൊത്തം കൂടി എനിക്ക് ആയിട്ടുണ്ടായിരുന്നത് 560 ആയിരുന്നു.
ഇത്തിരി സാധനമുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ.